തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ പരിക്കേറ്റ 10 പേരും ചികിത്സയിൽ തുടരുന്നു. 4 പേരുടെ നില ഗുരുതരമാണ്. വെടിക്കെട്ടുപുരയുടെ നടത്തിപ്പുകാരനായ മുണ്ടത്തിക്കോട് സതീഷ് വെന്റിലേറ്ററിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, 10 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇന്ന് ഈ ഒരു മൃതദേഹങ്ങളുടെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള DNA പരിശോധനയും ഇന്ന് നടക്കും. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും 10 പേരാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഇന്നലെ ഒരാൾ കൂടി വൈകുന്നേരം മരിച്ചിരുന്നു. വെന്റിലേറ്ററിലുണ്ടായിരുന്ന പാലക്കാട് സ്വദേശി പ്രവീണാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി മരിച്ചത്. ഇനി വെന്റിലേറ്ററിൽ ഒരാൾ മാത്രമാണ് ഉള്ളത്. അത് ഈ വെടിക്കെട്ട് പുരയുടെ നടത്തിപ്പുകാരനായ സതീഷാണ്, മുണ്ടത്തിക്കോട് സതീഷ്. അദ്ദേഹവും വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഏതായാലും ഇത് സംബന്ധിച്ച ഇവരുടെ ആരോഗ്യനിലയിൽ ചിലരുടെ ആരോഗ്യനിലയിലൊക്കെ മെച്ചപ്പെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ 10 പേരിൽ, അതായത് ഈ ഗുരുതരമല്ലാത്ത പരിക്കുകൾ ഉള്ള ആളുകളുടെ നിലയിൽ ചെറിയ നിലയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ഏതായാലും അത്തരം കാര്യങ്ങളിൽ ഒരു അപ്ഡേറ്റ് ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ ആരോഗ്യനില സംബന്ധിച്ച്. ഏതായാലും 4 പേരുടെ നില ഗുരുതരമാണ്. ഇവർക്ക് 70% മുകളിൽ പൊള്ളൽ ഉള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നില വളരെ ഒരു ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇവർക്കെല്ലാം മികച്ച ചികിത്സ തന്നെ സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും ഒരുക്കിയിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജിന് പുറമെ എറണാകുളത്ത് നിന്നും പാലക്കാട് നിന്നുമുള്ള ഡോക്ടർമാർ, അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരൊക്കെ തൃശ്ശൂരിലുണ്ട്. ഒരു രോഗിക്ക് 3 ഡോക്ടർമാർ എന്ന നിലയിലാണ് ഇവിടെ ചികിത്സ തന്നെ നടക്കുന്നത്. അത്തരത്തിൽ നല്ല ചികിത്സ തന്നെ എല്ലാവർക്കും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 10 പേരാണ് നിലവിൽ ആശുപത്രിയിൽ ഉള്ളത്. അതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഒരാൾ, മുണ്ടത്തിക്കോട് സതീഷ് എന്ന ആളിപ്പോഴും വെന്റിലേറ്ററിൽ തുടരുകയും ചെയ്യുകയാണ്. അതിനിടയിൽ ഇന്ന് മുതൽ ഇപ്പോൾ ഈ DNA പരിശോധന തുടങ്ങുകയാണ്. നമുക്കറിയാവുന്ന പോലെ ഈ കുറച്ച് ശരീരഭാഗങ്ങളും ഒരു മൃതദേഹവും അത് തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ കുറേ ശരീരഭാഗങ്ങളും ഈ മുണ്ടത്തിക്കോട് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് മോർച്ചറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആരുടേതാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നതിൻ്റെ ഭാഗമായി ഈ DNA സാമ്പിളുകളടക്കം ശേഖരിച്ച് അതിൻ്റെ പരിശോധനയിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും മൃതദേഹങ്ങൾ ഈ ബന്ധുക്കൾക്ക് വിട്ട് കൊടുക്കുക. അത് ഇന്ന് മുതൽ തുടങ്ങുകയും ചെയ്യും. എത്രയും വേഗത്തിൽ ഈ പരിശോധനകൾ പൂർത്തിയാക്കണമെന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അത് വേഗത്തിലാക്കാനുള്ള നടപടികളും സർക്കാർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇതുവരെ 8 പേരെയാണ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ 8 പേരുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും പല സംസ്കാരം ചടങ്ങുകളടക്കം കഴിഞ്ഞ ദിവസം പൂർത്തിയാവുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 14 പേരാണ് ഇതുവരെ ഈ ദുരന്തത്തിൽ മരിച്ചത്. ഇന്നലെ പ്രവീൺ എന്ന് പറയുന്ന ആളും അയാൾ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ് പാലക്കാട് സ്വദേശിയായ പ്രവീണും മരിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ 14 പേർ മരിച്ചിട്ടുണ്ട്. ഇനിയും ഈ ശരീരഭാഗങ്ങളടക്കം അവിടെ നിന്ന് കണ്ടെത്താനുണ്ട്. നമുക്കറിയാവുന്ന പോലെ ഇന്നലെ ജില്ലാ കളക്ടർ അനുസരിച്ച് 4 പേരെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവരെക്കുറിച്ച് ഒരു വിവരവും നിലവിൽ ലഭ്യമല്ല എന്നുള്ളൊരു കാര്യവും കൂടി ബാക്കിയാണ്. ഈ 4 പേരുടെയും ബന്ധുക്കളുടെ DNA സാമ്പിളുകളടക്കം ശേഖരിച്ചിട്ടുണ്ട്. അതിപ്പോൾ കണ്ടെത്തിയ ശരീരഭാഗങ്ങളുടെ DNA-യുമായി ഒത്തുനോക്കി അതും അവരുടേതാണോ എന്ന് ഉറപ്പിക്കാനുള്ള കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ ഈ മുണ്ടത്തിക്കോട് ഈ ദുരന്തം നടന്ന ആ സ്ഥലത്ത് പരിശോധന തുടരുകയും ചെയ്യും. ഇന്നലെ കെടാവർ നായ്ക്കളെയും അതുപോലെ തന്നെ സ്കൂബ ടീമും അങ്ങനെ വിവിധ സംഘങ്ങൾ എത്തി പരിശോധന നടത്തിയപ്പോൾ ഇന്നലെയും ശരീരഭാഗങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. പിന്നീട് തെരച്ചിൽ താൽക്കാലികമായി നിർത്തുകയാണ് ചെയ്തത്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ വീണ്ടും തെരച്ചിൽ തുടങ്ങുകയാണ്. ഇന്നും കെടാവർ നായ്ക്കളെയും അതുപോലെ തന്നെ അടക്കം എത്തിച്ചുള്ള തെരച്ചിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ പ്രദേശത്തെ കുളങ്ങൾ, അതുപോലെ തന്നെ കിണറുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും തുടരുകയാണ്. സ്കൂബ ടീമിനെ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. സ്കൂബ ടീം ഇറങ്ങി പരിശോധന നടത്തുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഈ ശരീരഭാഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പലരും ഇന്നലെ ആ പ്രദേശത്തു നിന്നൊക്കെ ഒരുപാട് മാറിയാണ് ഇത്തരത്തിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ അതിനുള്ള പരിശോധനയും ഇന്ന് തുടങ്ങും. ഇന്നലെ പെസോയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും ഒക്കെ എത്തി പരിശോധന നടത്തിയിരുന്നു. DGP റവാഡ ചന്ദ്രശേഖർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ വിവിധ തലങ്ങളിലുള്ള പരിശോധനകളും ഈ പ്രദേശത്ത് തുടരുകയാണ്. അതുപോലെ തന്നെ ഈ ശരീരഭാഗങ്ങളടക്കം കണ്ടെത്താനുള്ള തെരച്ചിലും നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ പരിക്കേറ്റ 10 പേരും ചികിത്സയിൽ തുടരുകയാണ്. 4 പേരുടെയും നില ഗുരുതരമാണ്. വെടിക്കെട്ടുപുരയുടെ നടത്തിപ്പുകാരനായ മുണ്ടത്തിക്കോട് സതീഷ് വെന്റിലേറ്ററിൽ തുടരുകയാണ്.
അതേസമയം തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുടെ DNA പരിശോധനയും ഇന്നു മുതൽ തുടങ്ങും. ദുരന്തത്തിൽ 14 പേരാണ് ഇതുവരെ മരിച്ചിട്ടുള്ളത്. ഇതിൽ 8 പേരെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. 4 പേരാണ് ദുരന്തത്തിൽ കാണാതായത്. കാഞ്ഞിരക്കോട് സ്വദേശി സുരേഷ്, കോട്ടപ്പുറം സ്വദേശി അഭിജിത്ത് എന്ന അബി, മണക്കൂടി സ്വദേശി വിഷ്ണു, കോട്ടപ്പുറം സ്വദേശി ഗിരീഷ് എന്നിവരെയാണ് കാണാതായിട്ടുള്ളത്. ഇവരെയെല്ലാം ബന്ധുക്കളുടെ DNA സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം ശരീരഭാഗങ്ങൾ കാണുന്നതിനായുള്ള മുളത്തിക്കോട് സ്ഫോടനം ഉണ്ടായ സ്ഥലത്ത് ഇന്നും പരിശോധന തുടരും. കിടാവ നായ്ക്കൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടക്കുന്നത്. പ്രദേശത്ത് കുളങ്ങളും കിണറുകളും കേന്ദ്രീകരിച്ചും തെരച്ചിൽ നടത്തും. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.